ഈ പാകിസ്ഥാനും ചൈനയും നമുക്ക് ഇന്ത്യക്ക് എല്ലാ കാലത്തും എതിരായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ പക്ഷേ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത് ചൈന ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വലിയ പോരാട്ടത്തിനാണല്ലോ, അതിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വളരെ ദുഃഖമായ പെഹൽഗാമുമായി ബന്ധപ്പെട്ട് അപലപിക്കുന്നു. ആ രീതിയിൽ ചൈന കൂടി പരസ്യമായി ഇന്ത്യയോടൊപ്പം വരികയല്ലേ? തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണെന്ന് പറയുന്നത്, നല്ലൊരു ഡെവലപ്മെൻറ്റാണ്. പരസ്യമായിട്ട് വിമർശിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, പിന്നെ സൗത്ത് ആഫ്രിക്ക, അതും കൂടാതെ 2 രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. അങ്ങനെ 5-6 രാജ്യങ്ങളിങ്ങനെ ഈ ഔദ്യോഗിക ഫോറത്തിലല്ലാതെ ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം, അതിൽ അർജൻറ്റീനയാണെന്ന് തോന്നുന്നു ചേർന്നിട്ട് പിൻവാങ്ങി. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയാണിത്. ഈ സംഘടന എന്ന് പറയുന്നത് ലോക ബാങ്കിന് ഒക്കെ ബദലായിട്ടുള്ളൊരു സംഘടനയാണ്. വളരെ ശക്തമായിട്ടൊരു സംഘടനയാണ്. റഷ്യയുടെയും ചൈനയുടെയും 2 ലോകോത്തര ശക്തികളുടെയും 4ാമത്തെ ശക്തിയായി ഉയർന്ന ഇന്ത്യയുടെയൊക്കെ സാന്നിധ്യം ഇതിനെ ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഫോറമാക്കി മാറ്റുന്ന അമേരിക്കയ്ക്ക് ഒരു ബദലായിട്ട് മാറ്റുന്നുണ്ട്. ഈ അമേരിക്കയ്ക്ക് ഇത് അമേരിക്കയുടെ ഈ G7 പോലെ, അതിലിപ്പോൾ മോദി പങ്കെടുക്കുന്നുണ്ട്, കാനഡയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ആ G7 ഒരു ബദൽ ഇതാകുമോ എന്നുള്ള ഒരു ഭയം ട്രംപിനുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയെ കൈവിട്ട അദ്ദേഹം പഴയതുപോലെ സഹായിക്കാൻ മടിക്കുന്നത്. കാരണം ഇതിലെ റഷ്യയുമായി നിന്ന് എണ്ണ വാങ്ങിക്കുന്നുണ്ട്, രൂപ കൊടുത്തിട്ട് എണ്ണ വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിക്സിന് യൂറോ പോലെ ഒരു നാണയം ഉണ്ടാക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് സംഘടന ചർച്ച ചെയ്തിരുന്നു. അത് ട്രംപിനെ വലിയ തോതിൽ ഭയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊന്ന് വന്നാൽ അത് ഡോളറിന് ബദലാവും. ആ ഡോളറിന് ബദലായിട്ട് റഷ്യയ്ക്ക് അങ്ങനെ ഒരു മേൽക്കൈ കിട്ടാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് പറഞ്ഞു, ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം നാണയം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് വ്യാപാര ചുങ്കം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു. ഒരു തരം ട്രേഡ് ടെററിസമാണിപ്പോൾ ട്രംപ് ആയുധമാക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്ലാനില്ലെന്നും ബ്രിക്സ് രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇവിടെ രാഷ്ട്രീയ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ ബ്രിക്സ് ഫോറം വളരെ ഫലപ്രദമായിട്ട് ഭീകരവാദത്തെ അപലപിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ നടത്തിയ ഭീകരവാദം നടന്ന ഉടനെ തന്നെ അതിനെ ശക്തമായിട്ട് അപലപിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം റഷ്യ ഇതിന് എഗൻസ്റ്റാണ് നേരത്തെ. ചൈനയും വാസ്തവത്തിൽ ഈ ഭീകരവാദത്തിനെതിരാണ്. അവരുടെ ജിവാങ് എന്ന് പറയുന്ന പ്രദേശത്ത് ഉജാഗിർ മുസ്ലിങ്ങളെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരും ഇതുപോലെ തന്നെ മറ്റ് കാബറികളെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ അത് പുണ്യം കിട്ടുന്നതാണെന്നും പറഞ്ഞ് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. തങ്ങളുടെ അല്ലാത്ത ഒരു മതവും ചുറ്റുപാടിൽ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള അന്ധവിശ്വാസികളാണ്. അന്ധവിശ്വാസത്തെ ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാത്ത ഭരണകൂടമാണ് ചൈനയിൽ. ഷീ ജിൻപിങ്ങിൻ്റെ നേതൃത്വത്തെ അടിച്ചമർത്തി അവരെ ഇരുമ്പ് തടവറകളിലാണ് ഇട്ടിരിക്കുന്നത്. ഒരൊറ്റ ജമായത്തെ ഇസ്ലാമിയും ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ല. പാകിസ്ഥാൻ മിണ്ടിയിട്ടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ വിവരം അറിയും. വകവയ്ക്കില്ല ചൈന. അങ്ങനെയാണ് അവർ. ലോകത്തിലെ ഒരു മുസ്ലിം സംഘടനകളും ഒരു മനുഷ്യാവകാശ സംഘടനകളും, അമേരിക്കയിലേക്ക് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്നൊക്കെ പറഞ്ഞുള്ള സംഘടനകളുണ്ടല്ലോ, ഒന്നും അനങ്ങിയിട്ട്, ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഒരൊറ്റ സംഘടനയും മിണ്ടിയിട്ടില്ലെന്ന് പറയും. ഒതുക്കി. ആ ചൈന ഭീകരവാദത്തിനെതിരാണിപ്പോൾ, ഇസ്ലാമിക ഭീകരവാദത്തിനും എതിരാണ് അവർ. പക്ഷേ ചങ്ങാതി രാജ്യമായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു. റഷ്യ നേരത്തെ തന്നെ ഭീകരവാദത്തെ എതിർത്തിട്ടുള്ള രാജ്യം. ഇതിലേറ്റവും പ്രസക്തമായിട്ടുള്ളത് ചൈന പോലൊരു രാജ്യം, പാകിസ്ഥാൻ്റെ ആൾ വെതർ ഫ്രണ്ടായിട്ടുള്ള ചൈന പോലൊരു രാജ്യം തങ്ങളുടെ ഏറ്റവും വലിയ അടുത്ത മിത്രമായിട്ടുള്ള പാകിസ്ഥാൻ കാണിച്ച തെറ്റിനെ അപലപിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ പാർലമെൻ്ററി ഫോറത്തിലാണ്. പക്ഷേ ഈ ബ്രിക്സിൻ്റെ ആ പാർലമെൻ്ററി ഫോറത്തിൽ ചൈനയും ഉണ്ട്, ഇന്ത്യയും ഉണ്ട്, അവിടെയാണ് റഷ്യയും ഉണ്ട്, അവിടെയാണ് അപലപിച്ചത്. അത് വളരെ ശക്തമായിട്ടുള്ള. അപ്പം തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊളംബിയയുമായി ബന്ധപ്പെട്ടാണ്. അവർ ഈ പാകിസ്ഥാനിൽ മരിച്ചവരെ അപലപിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ശശി തരൂറിന്റെ നേതൃത്വത്തിൽ അത് പിൻവലിപ്പിക്കുകയാണ് ചെയ്തത്. അത് തിരുത്തി അവർ പിൻവലിച്ചു കഴിഞ്ഞു. അതിപ്പോൾ പ്രസക്തമല്ലത്. അത് പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു നയതന്ത്ര വിജയം തന്നെയാണ് ഇന്ത്യ നേടിയത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ അപലപിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അതിനപ്പുറത്തേക്ക് പോയിട്ട് ഈ രാജ്യങ്ങൾക്ക് ഫണ്ട് കിട്ടുന്ന, അതായത് പണം എത്തുന്ന മാർഗങ്ങൾ തടയണം എന്നും പറഞ്ഞിരിക്കുന്നു. അതാണിപ്പോൾ സംഭവിച്ചത്. വേൾഡ് ബാങ്കിൽ നിന്നും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്നും പണം കിട്ടിയിരിക്കുന്ന പാകിസ്ഥാൻ.
അതിനെതിരായിട്ടുള്ള വാക്കും കൂടാണ് അവിടെ ഉച്ചരിക്കപ്പെട്ടത്. അത് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് ഇല്ലാതാക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ പ്രമേയത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ഒപ്പുവച്ചിരിക്കുന്നത്. അത് വലിയൊരു ഡെവലപ്മെൻറ്റ് തന്നെയാണ്, വളരെ പ്രാധാന്യമുള്ള ഡെവലപ്മെൻറ്റ്. ബ്രിക്സിൽ ചൈനയുടെ ഒരു പക്ഷേ ഉള്ളിലുള്ള എതിർപ്പ് മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് ഇത് നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വൻ വിജയം തന്നെയാണ്. അപ്പോൾ ബ്രിക്സ് ഫോറത്തിൽ ഇന്ത്യ ഷൈൻ ചെയ്തു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പാകിസ്ഥാൻ ഏറ്റവും ഒരു പ്രഹരം കൂടിയാണ് അത് എന്നുള്ള സംശയമില്ല. ഐക്യരാഷ്ട്രസഭയിൽ അവർ ഈ ഭീകരവിരുദ്ധ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനമൊക്കെ വഹിക്കുന്നത്, അതുപോലെ തന്നെ ഈ ലോകബാങ്ക് സഹായം കൊടുക്കുന്നത്, അതിനൊക്കെ എതിരെയുള്ള ഒരു പ്രഹരം കൂടിയാണ്. അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു പ്രഹരം കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാന് ഈ ബ്രിക്സ് ഫോറത്തിൽ നിന്ന് തന്നെ. മുൻകാലങ്ങളിലെല്ലാം തുറന്നു തന്നെ ചൈന പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയെ ഭയമാണോ? കാരണം ഇന്ത്യ തങ്ങളുടെ മാർക്കറ്റ് വെച്ച് ചൈനയെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഒരു വ്യാപാര തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ സമർത്ഥമാണ്. പണ്ടത് പേടിയില്ലായിരുന്നു. ഇപ്പോൾ ഇന്ത്യ ഈസ് സംതിങ് വേൾഡ്സ് 4th ലാർജസ്റ്റ് ഇക്കണോമിക് പവറാണ്, ഫിനാൻഷ്യൽ പവറാണ്. അപ്പോൾ ഇന്ത്യയെ അവഗണിക്കാൻ ലോകത്ത് ഒരു രാജ്യത്തിനും പറ്റുകയില്ല. ചിന്തിക്കുന്ന ഒരു രാജ്യം, ചിന്തിക്കാത്ത പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ, മതവെറി മാത്രമുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമാണ് ചൈന എടുത്ത നിലപാട്. ചൈന വാസ്തവത്തിൽ ഇങ്ങനൊരു ഭീകരാക്രമണം ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ മാവോവാദികൾക്കൊന്നും ചൈനയിൽ നിന്ന് സഹായം കിട്ടുന്നില്ല, കിട്ടുന്നത് ജിഹാദികളിൽ നിന്നാണ് സഹായം. അത് നമ്മൾ മനസ്സിലാക്കണം. ചൈന അങ്ങനെ നേരിട്ട് അഭിപ്രായങ്ങൾ പറയും, പേടിക്കാതെ പറയും. പക്ഷേ ഈ കാര്യത്തിൽ ഈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഒരു രാജ്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം. അതിനെ ന്യായീകരിച്ചില്ല. ഇന്ത്യ തന്നെ ചെയ്തതാണ്, ഇന്ത്യക്കകത്ത് നടക്കുന്നതാണ്, അവിടെ ജനകീയ പോരാട്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപലപിക്കുകയാണ് ചെയ്തത്. ഡൗൺ റൈറ്റ് അപലപനമാണ് ഉണ്ടായത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നയത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു രാജ്യം ശക്തിയാർജിച്ചതാണ്. ഇത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വികസന അജണ്ട, അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു പേടിയാണത്. പേടിയെന്ന് പറയാൻ പറ്റില്ല, ഒരു ബഹുമാനം. നമുക്ക് ഇവരെ ഭാവിയിൽ ചൈനയുടെ ഒരു കരുതൽ പാകിസ്ഥാനെ നമ്പിയിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല. ഏതാണ്ട് അതിൻ്റെ ഒരു എക്സ്പയറി പറയുമ്പോഴും തുർക്കി ഇപ്പോഴും വലിയ പിന്തുണ നൽകുകയാണ്. വലിയ പ്രസക്തിയൊന്നുമില്ല. തുർക്കിയെ ഇങ്ങനെയൊക്കെ നാറ്റോയുടെ ഭാഗമാണെന്നതെന്ന് മാത്രമേ ഉള്ളൂ. നാറ്റോയുടെ കൂടെ അവർക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. നാറ്റോ എന്നും ഭീകരവാദത്തെ അനുകൂലിക്കാൻ പോകുന്നില്ല. ഇത് വേറെ ഒരു മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിൽ ഇവർ കുപ്രസിദ്ധരാണ്. അത്തരം ഒരു മണ്ടത്തരം. എന്നിട്ട് യസീദികളുടെ സ്വാതന്ത്ര്യം അവർ കൊടുക്കുന്നില്ലല്ലോ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു നാറ്റോ രാജ്യം തുർക്കിയാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളും യസീദുകൾക്ക് പ്രത്യേക ഒരു രാജ്യം അനുവദിച്ചു കൊടുക്കണം. സ്വാതന്ത്ര്യ സമരം ആഗ്രഹിക്കുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഒരു വിഭാഗമാണ്. അവർക്കൊരു രാജ്യം അനുവദിച്ചു കൊടുക്കാത്ത ഇവർക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണ് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറയാൻ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.